അതാ ടേസ്റ്റ് കുടിക്കാൻ. അത് ശരിയാടി, വാട്ടർമെലോൺ ജ്യൂസ് കിട്ടാണെങ്കിൽ നല്ലതായിരുന്നു. ഓടാ കുട്ടമോനെ, എവിടെ ഇരിക്കുന്നതിന്? ഇപ്പൊ തൽക്കാലം നീ വെള്ളം കുടിക്കാൻ നോക്ക്. ഇവിടെ ആരോ എന്റെ പേരൊക്കെ പറഞ്ഞു കേട്ടു, വാട്ടർമെലോണെന്നൊക്കെ. ആരോ എന്നെ ആവശ്യപ്പെട്ടല്ലോ ഇവിടെ ഞാൻ ഒളിച്ചിരിക്കാം. ഇവിടെ ഒളിച്ചിരുന്നിട്ട് കാര്യമില്ല, കുറച്ച് കാട്ടിലോട്ട് അങ്ങനെ മാറിയിരിക്കാം. അത് തന്നെയല്ല, എന്റെ തല കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. എന്റെ തലയൊക്കെ മടക്കി വെച്ചിട്ട് യഥാർത്ഥ വാട്ടർമെലോണ്ട് ട്യൂബ് കൊടുത്തിരിക്കാം. ഒന്നിച്ചൊരു 100 വിധങ്ങൾ വാഴുന്നു, മാറുന്നവരാനും തേടുന്നവരാനും ഏകാന്തത കാട്ടിരിക്കുവതാരോ. എല്ലാരും കളിയൊക്കെ കഴിഞ്ഞോ? ചൂടല്ലേ മക്കളെ, അകത്തങ്ങനെ ഇരുന്ന് കളിക്കുക, വെളിയിരുന്ന് കളിക്കണ്ട. ഇതോ വെള്ളം താവിടെ ഇരിക്കുന്നു, ബോട്ടിൽ അതെടുത്ത് കുടിച്ചെല്ലാരും. അയ്യോ എന്തൊരാശ്വാസം. ഇനി ഞാനോട് കുടിക്കട്ടോ. വാട്ടർമെലോണോ? അയ്യോ വാട്ടർമെലോൺ ഇരിപ്പില്ല മോനെ, അച്ഛൻ വരുമ്പോ വാങ്ങിച്ചിട്ട് വരാൻ പറയാം കേട്ടോ. മോനെ കുട്ടുമോനെ, അച്ഛൻ വൈകിട്ട് വരുമ്പോഴത്തേക്ക് വാങ്ങിക്കാം. ഓ എന്റെ പൊന്നു കുട്ടുമോനെ, വൈകിട്ട് വാങ്ങിക്കാന്ന്. അമ്മ അവനങ്ങനൊക്കെ പറയാം, വൈകിട്ട് എന്തായാലും വാങ്ങിച്ചാൽ മതി. അല്ലേ ഇപ്പൊ എന്ത് ചെയ്യാനാ? വാണി നമുക്ക് ബാക്കി കളിക്കാൻ പോയിരുന്നു. ശരിയല്ലേ, തളരത്തങ്ങനെ മാറിയിട്ട് കളിക്കണേ, വെയിലത്തിരുന്ന് കളിക്കാതെ. അമ്മയുടെ അമ്മ പോയോ? ബ്യൂട്ടി പാർലർ പോയോ? ഈ കുട്ടുമോന്റെ ഒരു കാര്യം. ബിഗ് ബോസ് അമ്മ വെയിലത്തിരുന്ന് കളിക്കേണ്ടതല്ലായിരുന്നോ പറഞ്ഞത്? അവനും ഇവ രണ്ട് കൊച്ചു കുഞ്ഞാന്നല്ലോ, അതുകൊണ്ട് കണ്ടില്ലേടി മരങ്ങൾ നിൽക്കുന്നത്, അവിടെ പോയി ഇരുന്ന് കളിക്കാം നമുക്ക്. ഇവിടെയൊക്കെ ഭയങ്കര പുല്ലാവല്ലോ, വല്ല പാമ്പ് വല്ലതും കയറി കിടന്ന് അറിയത്തില്ല. നമുക്ക് കുറച്ച് മുന്നോട്ട് നടക്കാം. സൂപ്പർ സ്ഥലം. ഇവിടെ വെയിലേ ഇല്ല, നല്ല തണുപ്പില്ലടി. കളിക്കാം, നല്ല സ്ഥലം. എടി മാളൂട്ടിയോട് വിളിക്കട്ടായിരുന്നല്ലോടി കളിക്കാന്. മാളൂട്ടി അവിടെ ഇല്ലടി, അവൻ അമ്മാന്റെ വീട്ടിൽ പോയേക്ക്. എന്താണ് എനിക്ക് തോന്നുന്നത് കല്ലുകുടിച്ചടിക്കാത്താന്ന് തോന്നുന്നുണ്ടാവുന്നേ. കൊച്ചു കുഞ്ഞാന്നിലും. ഞാൻ കയറാം, എനിക്ക് മരത്തിലൊക്കെ കയറി ശീലമുണ്ട്. ഇത് ഒരുപാട് പൊക്കമൊന്നും ഇല്ലല്ലോ ഈ മരം, ഞാൻ എന്തായാലും കയറി എടുക്കാം. ഓ പാടാൻ തോന്നടി. നീ കയറി നോക്ക്. ഓ എനിക്ക് വയ്യ, എന്റെ പൊന്നെ എനിക്ക് പറ്റത്തില്ലേ, സ്നേഹമല്ലോ അറിയും. പറ്റത്തില്ലെന്നല്ലേ പറഞ്ഞു, എനിക്കിനി വയ്യ. എനിക്ക് വയ്യ നീ കേട്ടോ, നിങ്ങൾ ആരും കയറ്. നീ മാറി, ഞാൻ നോക്കാം. അയ്യോ എനിക്ക് പറ്റുന്നില്ലടി. ആർക്കും വയ്യ, ഞാൻ നോക്കിക്കോളാം. നീ എന്നിട്ട് കയറിയിട്ട് വേണം മറിഞ്ഞ് താഴെ വീഴാന്. പിന്നെ നിങ്ങൾക്ക് ആർക്കും കയറാൻ മേബി ഞാൻ കയറിയിരുന്നാ. അയ്യോ എന്നെ നടക്കണേ പിടിച്ചു. അത് കൊള്ളാം, ഗുരുങ്ങിപ്പോയി അവിടെ. എന്നിട്ട് ആ കുട്ടുമോൻ കയറാൻ നിൽക്കുന്ന അവർക്ക് ഒറ്റയ്ക്ക് ഇറങ്ങാൻ പോലും വയ്യാണ്ട് പകുതി പോലും കയറിയില്ല. ഞാൻ വെച്ച വാട്ടർമെലോൺ അവരെടുക്കാനുള്ള ശ്രമത്തില. എന്റെ ട്രാപ്പിൽ ഇപ്പൊ വീഴും അവര്. ഇവിടെ നിൽക്കണ്ട, കുറച്ച് അങ്ങോട്ട് ഒളിച്ചിരിക്കുക. അല്ലെങ്കിൽ എന്നെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ മരത്തിൽ കയറത്തില്ല. മരത്തിൽ കയറുന്ന ആരാന്ന് വെച്ചാൽ അവരെ പിടികൂടാ. ഈ മരത്തിന് സൈഡിൽ ഒളിച്ചിരിക്കുക. നീ തന്നെ അറിയിക്കാം, നിനക്ക് കയറാൻ ഭയങ്കര മിടുക്കല്ലായിരുന്നോ? അയ്യോ എന്റെ പൊന്നോ, എന്തായാലും ഞാൻ എടുത്തിയാടി രക്ഷപ്പെട്ടു. ദുഷ്ടത്തി എന്നെ ഇറക്കാൻ വന്നോ നിങ്ങളാരെങ്കിലും? പിന്നെ എന്തിനിറക്കുന്നു? ചേച്ചിക്ക് എന്തായാലും മാത്രമേ എടുക്കാൻ പോകാനല്ലോ, തിരിച്ചിറങ്ങാനില്ലേ, അതുകൊണ്ട് ഞാൻ വരാത്തെ. ഞാൻ പിന്നെ വരാഞ്ഞെന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലായിരുന്നു, അതുകൊണ്ടാ. രണ്ടുപേരും മാറി, ഞാൻ കയറാൻ പോവാ. എടാ കുട്ടുപോലെ നീ കയറല്ലേ, നാട് പിടിച്ച് താഴെ വീഴേ. ഞാൻ തന്നെയാണ് കയറാൻ തുടങ്ങിയതാണ്, അപ്പൊ തന്നെ എനിക്ക് തിരിച്ചിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. നീ കയറല്ലേ കുട്ടുപോലെ? പിന്നെ ആരും കയറുന്നില്ല, എനിക്ക് പിന്നെ എന്തോ മാത്രമല്ല വേണ്ടേ? അവൻ കൊള്ളാലോ ആള്, അവനെ തന്നെ പിടികൂടാ.
കേട്ട് തോന്നിയതായിരിക്കും. ഇനി സമയം കളയണ്ട, അങ്ങോട്ട് ചെല്ലാം. നിനക്കൊക്കെ വേണോ വാട്ടർ മെലോണ്? അവനെ മതിയായിരിക്കും, അവന് മതിയല്ലോ, അവനെ മതിയായിരിക്കും. നിങ്ങൾ പൊക്കോ. എനിക്ക് വേണ്ട അത്, എനിക്ക് അവനെ മതി. നിങ്ങളെയും കൂടെ കിട്ടുമെങ്കിൽ നിങ്ങളെ നോക്കും ഞാൻ. എനിക്ക് മനുഷ്യന്മാരോട് പകയാ. കാരണം പണ്ട് ഞാനാണെങ്കിൽ ഒരു മാർക്കറ്റിലായിരുന്നു ജീവിച്ചോണ്ടിരുന്നത്. ആ മാർക്കറ്റിലുള്ള മനുഷ്യരൊക്കെ ആണെങ്കിൽ എന്നോട് വളരെ ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു ഇടപെട്ടത്. ഞാൻ എല്ലാവരെയും അതുപോലെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. ഞാൻ എത്രയോ പേരെ എന്നെ പുറത്ത് കെട്ടിക്കൊണ്ട് പോയേക്കുന്നു. എത്രയോ സാധനങ്ങൾ ഞാൻ ആ മാർക്കറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ട് ചുമ്മിക്കൊണ്ട് പോയേക്കുന്നു. അങ്ങനെ ഒരാൾ എന്നോട് സ്നേഹം മൂത്തിട്ട് എനിക്ക് ഒരു ഷൂ ഇട്ട് തന്നു കാലിൽ. അപ്പോൾ എനിക്ക് എന്തോ ഒരു പവർ കിട്ടി. അങ്ങനെ എനിക്ക് സ്പീഡിൽ ഓടാനുള്ള കഴിവുണ്ടായി. ഞാൻ അങ്ങനെ സ്പീഡിൽ ഒരു ദിവസം ഓടിക്കൊണ്ടിരുന്നപ്പോൾ റോഡിൽ കൂടെ ആണെങ്കിൽ ഒരു വണ്ടി പോയി. ആ വണ്ടി നിറച്ച് വാട്ടർ മെലോൺ ആയിരുന്നു. ഞാൻ ആ വാട്ടർ മെലോൺ കണ്ട് ക്യൂരിയോസിറ്റിയിൽ പുറകെ ഓടിയപ്പോഴത്തേക്ക് ഒരു വാട്ടർ മെലോൺ ആയി തീർച്ചയായും പോയി. ആ തീർച്ച വന്നതോ എൻ്റെ ദേഹത്തോട്ടാണ് വന്ന് വീണത്. അന്നോ ഞാൻ ഈ കോലമായത് എനിക്ക് മനസ്സിലായി. പക്ഷെ അതിനകത്തിരുന്ന് ഡ്രൈവറോ മറ്റോ ആ വാട്ടർ മെലോൺ തന്നെ എറിഞ്ഞതാ. അങ്ങനെ ഞാൻ ഈ കോലമായത്. അതുകൊണ്ട് ഞാൻ മനുഷ്യന്മാരെ ഒറ്റ ഓണത്തിന് വെറുതെ വിടത്തില്ല. നിന്നോട് ആര് പറഞ്ഞു എടുത്ത് ചാടാന്? എന്റെ അനുവാദം ഇല്ലാതെ നിന്നോട് പറഞ്ഞു എടുത്ത് ചാടാൻ. അതെന്താ സൗണ്ട് കേട്ടത്? അയ്യോ സിംഹം! അയ്യോ എന്നെ പിടിച്ചേ! എന്റെ പൊന്നെ, ആ സിംഹം വന്നോട്ട് നമ്മൾ രക്ഷപ്പെട്ടത്. പിന്നല്ലാതെ അപ്പഴേ പിടിച്ചെന്ന് തോന്നുന്നു. നമ്മൾ തീർച്ചയായിട്ടും കണ്ടിട്ടില്ല സീബ്രയൊക്കെ സിംഹമൊക്കെ പിടിച്ചിരുന്നത്. സിംഹം ടൈഗറും ഒക്കെ അതുപോലെ പിടിച്ചെന്ന് സീബ്ര സൂപ്പർ സീബ്രലിനെ.